നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടൺ ഹിൽ വഴുതക്കാടുള്ള കോട്ടൺ ഹിൽ സ്കൂളിലാണ്. ഇവിടെയായിരുന്നു നമ്മുടെ കോൺഗ്രസ് എം പി ആയ ശശി തരൂരിന് വോട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ഇന്ന് ഇവിടെ എത്തുകയും അദ്ദേഹത്തിന്റെ സമ്മതിദായ അവകാശം അദ്ദേഹം രേഖപ്പെടുത്തുകയും ചെയ്തു. അതോടൊപ്പം അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചു. ആ പ്രതികരണത്തിൽ ഇപ്പോൾ എൻ ഡി എക്ക് വോട്ട് ലഭിക്കുമോ എന്നൊരു ചോദ്യം, അല്ലെങ്കിൽ എൻ ഡി എ ഇവിടെ അക്കൗണ്ട് തുറക്കുമോ എന്നുള്ളൊരു ചോദ്യത്തിന് അദ്ദേഹം നൽകിയ ഉത്തരം വളരെയധികം രസകരമായി തന്നെ പറയേണ്ടതാണ്. കാരണം അദ്ദേഹം പറയുന്നത് എൻ ഡി എ ഇവിടെ അക്കൗണ്ട് തുറക്കില്ല, അതിനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ ഒരു പരിഹാസ രൂപേണയാണ് അദ്ദേഹം ഈ ഒരു വാചകം പറഞ്ഞിരിക്കുന്നത്. എൻ ഡി എ അക്കൗണ്ട് തുറന്നില്ലെങ്കിൽ എന്താ, ഇവിടെ ബാങ്ക് അക്കൗണ്ടുകൾ നിരവധി ഉണ്ടല്ലോ, അത് തുറന്നാൽ പോരെ എന്നാണ് അദ്ദേഹത്തിന്റെ മറുപടി. ബാക്കി അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് നമുക്ക് പോകാം. അപ്പൊ ഞാൻ കേട്ടുകൂടെ നല്ല വമ്പിച്ച ടേൺ ഔട്ടാണ്. അത് മാധ്യമക്കാരന്റെ ടേൺ ഔട്ടാണെന്ന് ഇപ്പോഴേ മനസ്സിലാക്കിയത്. നല്ലൊരു ടേൺ ഔട്ടാണല്ലോ നിങ്ങൾ എല്ലാവരും. എങ്ങനെ കാണുന്ന കാര്യങ്ങൾ നല്ല, എന്റെ അഭിപ്രായത്തിൽ നല്ലൊരു വിഹാരമുണ്ട് യു ഡി എഫിന് വേണ്ടിയിട്ട്. ഞങ്ങൾ യു ഡി എഫ് സ്ഥാനാർത്ഥി വേണ്ടി വോട്ട് ചെയ്യാനാണ് എത്തിയിരിക്കുന്നത്. പറയാൻ പാടുമെന്ന് എനിക്കറിയില്ല, നമ്മളെ ഇലക്ഷൻ ബൂത്തിന് വെളിയിലാണല്ലോ. പക്ഷെ ഞാൻ പറയട്ടെ, എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു സുപ്രധാനമായ ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ്. ഈ 10 വർഷക്കാലത്ത് ദുർഭരണം മാറ്റി ഒരു പുതിയൊരു ഭരണം കൊണ്ടുവരുന്ന ഒരു സമയമായി. അതാണ് ജനങ്ങളുടെ മനസ്സിൽ ഞാൻ കാണുന്നത്. അതിനു വേണ്ടി, ഒരു മാറ്റത്തിന് വേണ്ടി വോട്ട് ചെയ്യുന്നതാണ് പൂർണ്ണ വിശ്വാസം. എല്ലാവരുടെയും വോട്ട് ടേൺ ഔട്ട് നല്ലതാണ്. അതിന്റെ അർത്ഥം ജനങ്ങൾ മനസ്സിലായി ഇതിന്റെ പ്രാധാന്യം. അവർക്ക് മനസ്സിലായി. അവർ വന്ന് വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ചിലവര് ഈ കാർഡേഴ്സൊക്കെ ഒരു പക്ഷേ ഇറങ്ങിയിട്ട് ഇലക്ഷൻ മറ്റേവർക്ക് വേണ്ടി മാറ്റാൻ സാധിക്കും. അതുകൊണ്ട് സാധാരണ ജനങ്ങൾ വന്ന് വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് നല്ലോണം. No, we are expecting the turnout to be high. It is already high by this morning's time. That is, I came here at 11:30. It was already quite high in many districts. And I would say that if you're going to look at the turnout on the whole, by the end of the day, it may even surpass previous levels, ever established record levels. And that's because the people of Kerala want to vote for a change. They don't want to leave it to the normal political workers and activists to determine their future. Ordinary people are coming out to vote. That's why the turnout is high. ഈ വയനാട് വിഷയം ഏതെങ്കിലും തരത്തിൽ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടുണ്ടോ? Of course. Not at all. NDA is a zero-seat party. How many seats can they expect to have that will make any difference in the government? This is a LDF versus UDF election. LDF is going to finally meet its comeuppance in the course of this voting today. ബിജെപി പലയിടങ്ങളിലും പണവും അതോടൊപ്പം തന്നെ മദ്യം അങ്ങനെ ഇങ്ങനെ പല രീതിയിലൊക്കെ ഞങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. നിയമത്തിൽ പല ബൂത്തിലും മദ്യം പിടിച്ചുവെന്നും പാലക്കാടിൽ കാശ് കൊടുക്കണതിന്റെ ഒക്കെ പോലീസുകാരെ അറിയിച്ചിട്ടില്ല. അവർക്കൊരു ഉത്തരവാദിത്തമുണ്ടല്ലോ അന്വേഷണം നടത്താൻ. അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷനും ഉത്തരവാദിത്തമുണ്ട്. അവർക്കും ഈ പരാതി എത്തിയിട്ടുണ്ട്. ഇനി അവരെല്ലാവരും അവരുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യട്ടെ. ജനങ്ങൾ എന്തായാലും പത്രം വായിച്ചിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്, മാധ്യമം കണ്ടിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എന്താണ് നടക്കുന്നത്. അപ്പോ എന്റെ അഭിപ്രായത്തിൽ ജനങ്ങൾ അങ്ങനെ അത് അനുസരിച്ച് തന്നെ വോട്ട് ചെയ്യാൻ പോകുന്നു. എനിക്ക് വലിയൊരു പ്രതീക്ഷ. പക്ഷെ തുറന്നാൽ കൂടി എന്താണ്, അവർക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ നമുക്കറിയാം. അത് തുറന്നോട്ടെ. പ്രഡിക്ഷൻ എണ്ണമായിട്ട് പറയുന്നില്ല. ജനങ്ങൾ വോട്ട് ചെയ്യട്ടെ. വോട്ട് ചെയ്ത ശേഷം നമ്മൾ ആലോചിക്കാൻ. നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഞങ്ങളുടെ വലിയൊരു ആവശ്യമാണ്. കഴിഞ്ഞ തവണയും കാട്ട് 2011 കാട്ട് ഒരു കംഫർട്ടബിൾ ഭൂരിപക്ഷം തരണം. ഞങ്ങൾ കാണുന്നത് അത് കിട്ടുന്നതാണ്. പക്ഷെ ജനങ്ങൾ വോട്ട് ചെയ്ത ശേഷമേ അതിന്റെ ഒരു തെളിവുണ്ടാവും. അതാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ഞാനിപ്പോ നിങ്ങൾക്ക് അറിയാമല്ലോ, സംസ്ഥാനം മുഴുവൻ ഓടി നടന്ന ആളാണ്. 59 നിയോജക മണ്ഡലത്തിൽ കയറി ഇറങ്ങി 59 സ്ഥാനാർത്ഥികളൊപ്പം നിന്നു. ഞാൻ പറയട്ടെ, എല്ലാവരുടെയും ഐക്യജനാധിപത്യ മുന്നണിയുടെ ഐക്യം തന്നെയാണ് വലിയൊരു കഥ. നിങ്ങൾക്കറിയാം, പലവർക്കും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. ടിക്കറ്റ് വിതരണ സമയത്ത് ചിലവർക്ക് ചില നിരാശകളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാവായിരിക്കും. പക്ഷെ ഒരു മനുഷ്യനും പാർട്ടി വിട്ടിട്ട് പരാതി പറഞ്ഞിട്ട് പ്രചരണം ചെയ്തിട്ടില്ല. ഒരു മനുഷ്യനും റെബൽ സ്ഥാനാർത്ഥിയായിട്ടില്ല. ഞങ്ങൾ എല്ലാവരും പല നിരാശപ്പെട്ട് ഡിസപ്പോയിന്റഡ് ആയ ആസ്പിറൻസും കൂടി ടിക്കറ്റ് കിട്ടിയവർക്ക് വേണ്ടിയിട്ട് ഇറങ്ങി പ്രചരണം ചെയ്ത് ഞാൻ കണ്ടതാണ് എല്ലാവരുടെയും. അതുകൊണ്ട് എനിക്ക് കാണുന്ന ഈ UDFന്റെ ഐക്യം, അതിന്റെ പ്രത്യേകിച്ചൊരു കോൺട്രാസ്റ്റ് ആണ് LDFന്റെ
വീഴ്ച നിങ്ങൾ കണ്ടുവല്ലോ. 5 LDF സ്ഥാനാർത്ഥികളാണ്, LDF പാർട്ടി അംഗങ്ങളും പ്രധാനപ്പെട്ട നേതാക്കളുമാണ് അവരെ വിട്ടിട്ട് ഐക്യജനാധിപത്യ മുന്നണിക്ക് വേണ്ടി മത്സരിക്കാൻ ഇറങ്ങിയത്. അതിന്റെ അർത്ഥം എന്താണ്? ഐക്യം UDF അകത്ത് മാത്രമേ ഉള്ളൂ. കാരണം UDF ഈ തവണ സീരിയസ് ആയിട്ട് പ്രവർത്തിച്ചിട്ട് ഭരണത്തിൽ വരണമെന്നൊരു വിശ്വാസത്തിലാണ് പൂർണ്ണമായിട്ട് ഇറങ്ങിയത്. അത് നമുക്കറിയില്ല. കോൺഗ്രസ് പാർട്ടിയുടെ രീതി നിങ്ങൾ എല്ലാവരെയും അറിയുന്ന ഒരു കാര്യമാണ്. അവരെന്ത് ചെയ്യും? അവരെ എല്ലാ ജയിച്ച MLA-മാരുടെ അഭിപ്രായം ചോദിച്ച ശേഷം ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുക്കും. അത് നിങ്ങൾ കാത്തിരിക്കും. മെയ് 4-ാം തീയതി റിസൾട്ട് അറിഞ്ഞ ശേഷം എനിക്ക് തോന്നുന്നില്ല വലിയ ബുദ്ധിമുട്ടുണ്ടാവും ഒരു തീരുമാനം എടുക്കാൻ. പക്ഷെ അത് എന്റെ കയ്യിലല്ല, അത് നമ്മളുടെ ഡൽഹി നേതൃത്വമാണ് ചെയ്യാൻ പോകുന്നത്. ഈ വയനാട് ഫണ്ട് വിഷയം ഏതെങ്കിലും തരത്തിൽ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടുണ്ടോ കോൺഗ്രസ്? എനിക്ക് തോന്നുന്നില്ല. കാരണം എല്ലാവർക്കും അറിയാം, ഇങ്ങനെ ഒരു അപകടം പറ്റുമ്പോഴോ ദുരന്തം സംഭവിക്കുമ്പോൾ നിങ്ങൾ എല്ലാവർക്കും അറിയാം ഉത്തരവാദിത്വം ഭരിക്കുന്ന സർക്കാരിൻ്റെയാണ്. പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം വയനാട് ആൾക്കാരുടെ റീഹാബിലിറ്റേഷൻ ചെയ്യാനും നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിച്ച ഓരോരോ അവിടുത്തെ നിവാസികൾക്കും വേണ്ടിയിട്ട് പിന്നെ ഭൂമി കണ്ടുപിടിക്കരുത്, സഹായം കൊടുക്കരുത്, വീട് കെട്ടിക്കൊടുക്കരുത്, ഇതൊക്കെ നമ്മളുടെ സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. അവർക്ക് അവരുടെ തിരഞ്ഞെടുത്ത ഫണ്ട്സ് ഉണ്ട്, അവർ ചീഫ് മിനിസ്റ്റേഴ്സ് റിലീഫ് ഫണ്ട് ഉണ്ട്, പ്രൈം മിനിസ്റ്റേഴ്സ് റിലീഫ് ഫണ്ട് ഉണ്ട്, കേന്ദ്രത്തിൽ വരുന്ന ഡിസാസ്റ്റർ മാനേജ്മെന്റ് സഹായങ്ങളുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ട് നമ്മൾ പ്രതിപക്ഷത്തോട് ചൂണ്ടിക്കാണിക്കുന്നത് എനിക്ക് മനസ്സിലാക്കിയതിന്റെ അർത്ഥം പ്രതിപക്ഷം ചെയ്യാൻ ചില കാര്യങ്ങൾ ശ്രമിച്ചു. നമ്മളുടെ പിന്നെ KPCC പ്രസിഡന്റ് ചില ഫിഗേഴ്സ് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം എന്റെ സ്ഥാനാർത്ഥിയാണ്, അദ്ദേഹത്തിന് അത്ര സമയം കിട്ടിയിട്ടുണ്ടാവില്ല. ഇലക്ഷൻ കഴിഞ്ഞാൽ നിങ്ങൾ ചോദിച്ചോളൂ, എന്റെ പൂർണ്ണമായിട്ട് അദ്ദേഹം നിങ്ങളോട് വിശദീകരിച്ചു തരും, എനിക്കൊരു സംശയമില്ല. ഒരു കാര്യം മനസ്സിലാക്കണം, പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഭരിക്കുന്ന സർക്കാരാണ്. ഞങ്ങൾക്ക് ഭരണം തന്നാൽ ഞങ്ങൾ ഒരിക്കലും ആ ഉത്തരവാദിത്വം മാറ്റി നിർത്താൻ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ നൽകിയ വിശ്വാസത്തിൽ പൂർത്തിയാക്കാൻ വേണ്ടി പ്രവർത്തിക്കും. ഈ അക്കൗണ്ട് തുറന്നാലും കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ അക്കൗണ്ട് തുറക്കാനുള്ള സാധ്യത അക്കൗണ്ട് തുറക്കാനുള്ള സാധ്യത കാണുന്നു. അല്ലാന്ന് ഞാൻ പറയണത് ഇല്ല, എനിക്ക് തോന്നുന്നില്ല. ജനങ്ങളൊന്ന് വോട്ട് ചെയ്ത പോലെ ഇരിക്കും. അവർക്ക് ആകെ സാധ്യതയുള്ളത് 1-2 സ്ഥലത്തിലല്ലേ, നിങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ ആ സാധ്യത രണ്ടും ത്രികോണ മത്സര സ്ഥലങ്ങളിലാണ്. അതുകൊണ്ട് എന്റെ അഭിപ്രായത്തിൽ ജനങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ ആ അപകടം മനസ്സിലാക്കിയിട്ട് BJP സ്ഥാനാർത്ഥികളെ ഏൽപ്പിക്കാത്ത രീതിയിൽ വോട്ട് ചെയ്താൽ നമുക്കൊരു നല്ലൊരു വിജയം കാണാൻ സാധിക്കും. എനിക്ക് ഇപ്പൊ കാണുന്നത് ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ തന്നെ എല്ലാവരും ഓടി നടക്കുമ്പോൾ ഞാൻ കൂടുതൽ BJP ശക്തിയൊന്നും കണ്ടില്ല. പക്ഷെ മാധ്യമക്കാരെന്നോട് പറയുന്നു അവരെല്ലാവരും കണ്ട് മനസ്സിലാക്കിയത് 1-2 മണ്ഡലത്തിൽ BJPക്ക് സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങളുടെ ബുദ്ധിയെ ഞാൻ എന്തിനാണ് കോൺട്രഡിക്ട് ചെയ്യാൻ? ശരി, സാധ്യത ഉണ്ടാവാതിരിക്കാം. പക്ഷെ ജനങ്ങൾ വോട്ട് ചെയ്ത് വരെ ആ സാധ്യത പൂർത്തിയാക്കി ഒരിക്കലും വിശ്വസിക്കുന്നു.